ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മലയാളം മീഡിയം പഠിക്കുന്നവർക്കും ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നവർക്കും ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്, ഏത് ഭാഗത്ത് നിന്നാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരികയെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ, ആക്ടിവിറ്റി 1, ദി ഡിസ്റ്റൻസ് ടു ദി സെൻറ്റർ ഓഫ് ദി എർത്ത് ഈസ് എബൌട്ട് ടു 6,371 kilometer. It is not possible for humans to understand about the Earth's interior directly. The knowledge about the interior of the Earth is based on scientific studies and conclusions. ഇവിടെ എന്താ, ഏകദേശം 6,371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. ഇനി ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെ എന്താ, ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എത്രയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച്, എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്ക് എന്താ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് ചില സയൻറ്റിഫിക് സ്റ്റഡീസിലൂടെ, അതുപോലെ കൺക്ലൂഷൻസിലൂടെ അല്ലേ, ശാസ്ത്രീയ പഠനങ്ങളിലൂടെയും നിഗമനങ്ങളിലൂടെയും ഒക്കെയാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള പല വിവരങ്ങളും ലഭിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ കുഡ് വി കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത്. എന്തെല്ലാം പരിശോധനയിലൂടെയാണ് നമുക്ക് ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ച്, ആ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ആൻസർ വരുന്നത്? ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് ദാറ്റ് റീച്ച് ദ എർത്ത് സർഫേസ് ത്രൂ വോൾഗാനിക് എറപ്ഷൻസ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ ലഭിക്കും. അതുപോലെ ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. അതുപോലെ ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്ക്, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് ആ ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ച്, ആ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ക്രസ്റ്റ്. ക്രസ്റ്റിനെ കുറിച്ച്, ഭൂവൽക്കത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 4 എണ്ണം തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ദ ക്രസ്റ്റ് ഹാസ് 2 parts, നെയിംലി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്നും പറഞ്ഞ് 2 ഭാഗങ്ങൾ ഇതിനുണ്ട് അല്ലേ. വൻകര ഭൂവൽക്കം, അതുപോലെ സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഫോംഡ് ബൈ അയൺ ആൻഡ് നിക്കൽ. അതുപോലെ അയണും നിക്കലും കൊണ്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ്, ഇരുമ്പ്, നിക്കൽ എന്നീ ലോഹങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത്, ഇറ്റ് ഹാസ് 2 parts, നെയിംലി ലിതോസ്ഫിയർ ആൻഡ് ആസ്തനോസ്ഫിയർ. അതുപോലെ ഇതിന് 2 പാർട്സ് ഉണ്ട്, ലിതോസ്ഫിയറും അതുപോലെ ആസ്തനോസ്ഫിയറും. ശിലാമണ്ഡലം അതുപോലെ ആസ്തനോസ്ഫിയർ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ദ ലിതോസ്ഫിയർ ഈസ് ദ ഔട്ടർ മോസ്റ്റ് റോക്കി പാർട്ട് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതയായ ഭാഗമാണ് ഭൂവൽക്കം എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് മീഡിയം ആണോ, മലയാളം മീഡിയം ആണെങ്കിൽ നിങ്ങൾ ആ മലയാളം ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാൽ മതി, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. ഇനി ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ക്രസ്റ്റിനെ കുറിച്ച്, ഭൂവൽക്കത്തെക്കുറിച്ച് പറയുന്ന കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, പ്രസ്താവനകൾ ഏതൊക്കെയാണ് എഴുതേണ്ടത് അല്ലേ. താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, എയും ബിയും, അതുപോലെ എയും സിയുമാണ്, ബിയും സിയുമാണ്, അതുപോലെ എയും ഡിയും ആണ് കറക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാ ആൻസർ? എ ആൻഡ് ഡി ആണ് കറക്റ്റ് വരുന്നത്. ഏതൊക്കെയാണ്? ദ ക്രസ്റ്റ് ഹാസ് 2 parts, നെയിംലി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. അതുപോലെ ദ ലിത്തോസ്ഫിയർ ഈസ് ദ ഔട്ടർ മോസ്റ്റ് റോക്കി പാർട്ട് ഓഫ് ദി എർത്ത്. ഇത് രണ്ടുമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി സി, വാട്ട് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് കോൾഡ്. എർത്തിൻ്റെ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ആ ഒരു പാളിയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇവിടെ ഈ സൈഡിൽ എർത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താ, ഉള്ളിൽ വരുന്ന ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? മാൻറ്റിൽ എന്ന് പറയുന്നുണ്ട്, ദെൻ ഔട്ടർ കോറ്, ഇന്നർ കോറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പുറക്കാമ്പ്, അകക്കാമ്പ്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ്
ആ പുറത്ത് വരുന്നത് മാത്രം അവിടെ അടയാളപ്പെടുത്തിയിട്ട് എന്താ പേരെന്ന് എഴുതിയിട്ടില്ല അല്ലേ. സോ എന്താണ് ലാസ്റ്റ് വരുന്ന ആ ഒരു പാളിയുടെ പേര് വരുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളത് പഠിച്ചിരിക്കണം കേട്ടോ. എക്സാമിന് പോകുമ്പോൾ ക്രസ്റ്റ് എന്നാണ്, ഭൂവൽക്കം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ആക്ടിവിറ്റി 2, ദി പ്രസൻസ് ഓഫ് ഓസോൺ ഗേസേഴ്സ് ഇൻ ദി അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട്സ് ദി എർത്ത് ബൈ ബ്ലോക്കിംഗ് ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദി സൺ. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ് അല്ലേ. ഓസോൺ ഗേസേഴ്സ് ആണ് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ ഭൂമിയെ രക്ഷിക്കുന്നത്. സെപ്റ്റംബർ 16 ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ. എന്നാണ് വേൾഡ് ഓസോൺ ഡേ? സെപ്റ്റംബർ 16 ഇറ്റ് വാസ് ഡിക്ലെയർഡ് ആസ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ ഡേ ബൈ ദ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ഇൻ 1988. 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ ഓസോൺ ദിനത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വാട്ട് ആർ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ് ഓൺ എർത്ത്. അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എന്തെല്ലാം എഫക്ട്സ് ആണ്, എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് വരുന്നത്? കൊളാപ്സ് ഓഫ് ദി ഫുഡ് ചെയിൻ ആഹാര ശൃംഖലാജാലയുടെ തകർച്ച, അതുപോലെ ക്രോപ്പ് ഡാമേജ് കൃഷിനാശം, സ്റ്റെനിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, അതുപോലെ പ്ലാന്റുകളുടെ വളർച്ചയ്ക്ക് സസ്യവളർച്ച മുരടിക്കുന്നുണ്ട്, അതുപോലെ ഏർലി ഏജിങ് അല്ലേ, അകാല വാർദ്ധക്യം, ബ്ലൈൻഡ്നെസ് അന്ധത, കാറ്ററാക്ട് തിമിരം, അതുപോലെ സ്കിൻ ക്യാൻസർ ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ, ഇതിനൊക്കെ ഈ അൾട്രാവയലറ്റ് റേസ് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ. ഏത് ദിവസമാണ് വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പാരഗ്രാഫിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. ഏതാണ്? സെപ്റ്റംബർ 16. ഇനി ആക്ടിവിറ്റി 3, സബ്കോണ്ടിനെന്റ്സ് ആർ ലാർജ് കോണ്ടിനെന്റൽ ഏരിയാസ് വിത്ത് ദ സെയിം വെറൈറ്റി ഓഫ് ട്രോപ്പോളജിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ക്ലൈമേറ്റ്സ് ആസ് കോണ്ടിനെന്റ്സ്. ഇവിടെ സബ് കോണ്ടിനെന്റ്സ് എന്താന്നാ പറയുന്നത് അല്ലേ. ഉപഭൂഖണ്ഡങ്ങൾ. ഭൂഖണ്ഡത്തിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് സബ് കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഇനി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ? ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദ ട്രോപ്പോളജി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്സ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതിയെ നമുക്ക് എത്രയായി തരംതിരിക്കാം അവയവ എന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? മൗണ്ടെയിൻ റേഞ്ച്, പർവ്വതനിരകൾ, വേസ്റ്റ് പ്ലെയിൻസ്, വിശാലമായ സമതലങ്ങൾ, ഡെസേർട്ട് റീജിയൻസ്, മരുഭൂമി പ്രദേശങ്ങൾ, പ്ലേറ്റ്യൂസ്, പീഠഭൂമി പ്രദേശങ്ങൾ, കോസ്റ്റൽ പ്ലെയിൻസ്, തീരസമതലങ്ങൾ ആൻഡ് ഐലാൻഡ്സ്, ദ്വീപുകൾ. ഇനി ബി, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്സ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ദ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശസ്ഥാനം, ദ ആൾട്ടിറ്റ്യൂഡ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഫിസിയോഗ്രഫി ഭൂപ്രകൃതി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ സമുദ്രത്തിൻ്റെ സാമീപ്യം, വിൻഡ് കാറ്റ്, ഇതൊക്കെയാണ് വരുന്നത് അല്ലേ. ഇനി ആക്ടിവിറ്റി 4, ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് എ പ്രോഗ്രാം ദാറ്റ് മാസീവ്ലി ഇൻക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് യൂസിങ് ഹൈ yielding സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ന്യൂ ടെക്നോളജീസ്, ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് സയൻറ്റിഫിക് ഇറിഗേഷൻ. ഇവിടെ ഗ്രീൻ റെവല്യൂഷൻ ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതുപോലെ രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യമുള്ള ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം, നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിന് ഉറപ്പായിട്ടും വരും. നിങ്ങൾ നല്ല രീതിയിൽ അതൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. സോ ഇനി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? ലിസ്റ്റ് എനി 2 അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ.
ഹരിത വിപ്ലവത്തിൻ്റെ ഏതെങ്കിലും 2 നേട്ടങ്ങളും കോട്ടങ്ങളും നിങ്ങളോട് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം അല്ലേ. നേട്ടങ്ങൾ ഏതൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്. എൻഷുവേർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി. ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്ഡ്, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലെയർഡ്, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും കുറഞ്ഞു. ഡിസഡ്വാൻറ്റേജസ് നോക്കാം. കോട്ടങ്ങൾ അല്ലെങ്കിൽ പരിമിതികളാണ് വരുന്നത് അല്ലേ. ഏതൊക്കെയാണ്? ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി, ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. അതുപോലെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂഷ്ഠിത കുറച്ചു. ഇതൊക്കെയാണ് വരുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ ഇംപ്ലിമെൻറ്റിംഗ് മെനി പോവർട്ടി alleviation schemes to eradicate the prevailing poverty in our country. Write the names of 2 such projects and their objectives. ഇനി നെക്സ്റ്റ്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കി വരുന്നത് അല്ലേ. ഇനി അതിലുള്ള 2 പദ്ധതികളുടെ പേരും ആ പദ്ധതിയുടെ ലക്ഷ്യവും എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരുപാടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെക്സ്റ്റിൽ, അതിൽ 2 എണ്ണം മാത്രമേ ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അഡൽട്സ് വിത്ത് ലോ ഇൻകം റിസീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം ആണ് അത് അല്ലേ. ദെൻ പ്രധാൻ മന്ത്രി റോസ്ഗാർ യോജന, അതുപോലെ ലൈഫ് പ്ലാൻ to provide livelihood independent of victims of crime who are suffering financial hardship. അതിനുള്ളതാണ് എന്ത് ലൈഫ് പ്ലാൻ എന്നത് അല്ലേ. ദെൻ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ഉണ്ട്, അതുപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സ്കീം വരുന്നുണ്ട്, PM പോഷൻ ഉണ്ട്. ദെൻ എന്താ സുഭിക്ഷ കേരള സ്കീം, ഇതെല്ലാം വരുന്നുണ്ട് അല്ലേ. ഇതിലേതെങ്കിലും 2 എണ്ണം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ്, who is known as the father of Indian Green Revolution, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. ആരാണ്? യെസ്, ഡോക്ടർ MS സ്വാമിനാഥനാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഇനി ആക്ടിവിറ്റി 5, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും എന്താണ്? അഗ്രികൾച്ചറിലെ കാർഷിക വൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. എവറി ക്രോപ്പ് ഹാസ് സർട്ടൈൻ പീരിയഡ്സ് ഫോർ സോവിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്, അതുപോലെ എന്താ ഓരോ വിളവും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനൊക്കെ ഒരു നിശ്ചിതമായിട്ടുള്ള കാലങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ദർ ആർ മെയിൻലി 3 അഗ്രികൾച്ചറൽ സീസൺസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 കാർഷിക കാലമാണ് ഉള്ളത് അല്ലേ. അഗ്രികൾച്ചറൽ സീസൺസ് 3 എണ്ണമാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അവയെക്കുറിച്ചുള്ള ഒരു ടേബിളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ. കംപ്ലീറ്റ് ഫോളോയിങ് ടേബിൾ, താഴെ തന്നിരിക്കുന്ന ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് അഗ്രികൾച്ചറൽ സീസൺസ് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഖാരിഫ് ഉണ്ട്, റാബി ഉണ്ട്, പിന്നെ ഏതാ വരുന്നത്? സയ്യിദ് ഉണ്ട് അല്ലേ. ഇനി മാസങ്ങളാണ് അടുത്ത കളിയിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? ഖാരിഫ് ആവുമ്പോൾ ഏതാ മാസം? ജൂൺ ജൂലൈ ആണ് മാസങ്ങൾ. വിളകൾ വരുന്നത് നെല്ല്, പരുത്തി, ചണം, ചോളം, ബജ്ര, തുവര, അതൊക്കെയാണ് അല്ലേ. ഇനി അടുത്തത് റാബി. മാസങ്ങൾ ഏതൊക്കെയാ? ഒക്ടോബർ നവംബർ മാസങ്ങളാണ് വരുന്നത്. അപ്പോൾ ഉള്ള മെയിൻ വിളകൾ ഏതാ? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ? ഏത് സീസണാ? സെയ്ദാണ്. അതിൽ വേനൽക്കാലത്താണ് കാണപ്പെടുന്നത്. അതുപോലെ വിളകൾ തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ, ഇതൊക്കെയാണുള്ളത് അല്ലേ. സോ നിങ്ങൾ ഈ ഒരു ബോക്സ് നല്ല രീതിയിൽ പഠിച്ച് വേണം എക്സാമിന് പോകാനായിട്ട്. ഇനി ആക്ടിവിറ്റി 6, ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് ദി സോൾ ഓഫ് ഇന്ത്യ resides in the village and only through the development of the village the progress of the country can be attained. ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്.
ഇനി ലിസ്റ്റ് ഗാന്ധിജീസ് വ്യൂസ് ഓൺ വില്ലേജ് ഡെവലപ്മെൻറ്റ്. ഇനി വികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് വരുന്നത്? വില്ലേജ് ഷുഡ് ബിക്കം ഫുള്ളി സെൽഫ് ഗവേണിംഗ് റിപ്പബ്ലിക്സ്. ഗ്രാമങ്ങളൊക്കെ പൂർണ്ണ റിപ്പബ്ലിക് ആവണം. അതുപോലെ അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കാറ്ററിംഗ് ടു ദി മേജർ നീഡ്സ് ഓഫ് ദി വില്ലേജ്. ഗ്രാമങ്ങളിലെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. വില്ലേജ് ഷുഡ് ഹാവ് ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഫോർ ലൈവ് സ്റ്റോക്ക്. അതുപോലെ കന്നുകാലികൾക്ക് ഗ്രാമത്തിൽ പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. ദെൻ ദർ ഷുഡ് ബി റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫോർ ബോത്ത്. അതുപോലെ പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. ഇതൊക്കെയാണ് അല്ലേ. ഏതെങ്കിലും 4 പോയിന്റ്സ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ? ഡീസെൻട്രലൈസേഷൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് വരുന്നത്? ഒരു 4 പോയിന്റ്സ് ഒക്കെ എഴുതിയാൽ മതി. ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലോക്കൽ എക്കണോമി, മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസസ്. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും, അതുപോലെ വികസനാവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു റെക്കമെൻഡേഷൻസ് ഓഫ് ദി ബൽവൻറായ് മേത്ത കമ്മിറ്റി വിച്ച് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് പഞ്ചായത്തി രാജ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ബൽവൻറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? രാജസ്ഥാനാണ് ആൻസർ. In activity 7, maps are great source of information and we use different maps for a variety of purposes in our daily life. We use everything from printed maps on paper to digitally prepared maps. ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ് അല്ലേ. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ, മാപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മാപ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി ആക്ടിവിറ്റി എന്താണ്? സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദം ആസ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാപ്സ്. ഇനി ഇവിടെ ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും ചില പ്രധാന സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഗ്ലോബുകളുടെ സവിശേഷതകൾ എന്താണെന്നും ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും ക്ലാസിഫൈ ചെയ്ത് തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? റിയൽ ടൈം മോഡൽ ഓഫ് എർത്ത്. എന്താണ്? ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ്. 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് എർത്ത്. അതുപോലെ ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണമാണെന്ന് പറയുന്നുണ്ട്. സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണമാണെന്ന് പറയുന്നുണ്ട്. ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഹോൾ എർത്ത് ഓർ എ പോർഷൻ ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫേസ്. അതുപോലെ ഭൂമിയുടെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതാണ്. ദെൻ അടുത്ത പോയിന്റ്, ഗിവ് എ comprehensive visual sense of the earth as it is illustrated completely. ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നുണ്ട്. അടുത്തത്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻസ്. അതുപോലെ രേഖാംശരേഖയും അക്ഷാംശരേഖയും നേർരേഖയിൽ ചിത്രീകരിക്കുന്നു. ലോങ്ങിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾസ്. എന്താണ്? രേഖാംശരേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശരേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നു. ഇനി അടുത്തത്, വെരി യൂസ്ഫുൾ for collecting information of a specific place and for planning the route for a trip. ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും
ഏറെ പ്രയോജനകരമാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള സവിശേഷതകൾ. ഇതിൽ നിന്ന് ഗ്ലോബിന്റെയും മാപ്പിന്റെയും തരംതിരിച്ച് എഴുതാ വേണ്ടത്. ഏതൊക്കെയാ ഗ്ലോബിന്റെ വരുന്നത്? എ റിയൽ മോഡൽ ഓഫ് ദി എർത്ത് ആണ്. സ്ഫെറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി എർത്ത് gives a comprehensive visual sense of the earth as it is illustrated completely. Longitudinal lines are illustrated as semicircles and latitudinal lines are illustrated as concentric circles. ഇനി മാപ്പിന്റെ വരുന്നത് ഏതൊക്കെയാ? 2-dimensional image of the earth, അതുപോലെ representation of the whole earth or a portion of it on a plane surface. Latitudes and longitudes are illustrated as straight lines. Very useful for collecting information of a specific places and for planning the route for a trip. ഇതൊക്കെയാ വരുന്നത്. ഓക്കെ, എങ്ങനെയാണ്? ഗ്ലോബ് ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ്. ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണമാണ്. ഭൂമിയുടെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നു. ഇനി ഭൂപടത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാ? ഭൂമിയുടെ ദ്വിമാന ചിത്രമാണ്. അതുപോലെ ഭൂമിയുടെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതാണ്. രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖയായി ചിത്രീകരിക്കുന്നു. ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരമാണ്. നെക്സ്റ്റ്, ഇൻ വിച്ച് പീരിയഡ് വാസ് ദ ഓൾഡസ്റ്റ് നോൺ മാപ്പ് മെയ്ഡ്? അറിയപ്പെടുന്നവയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏത് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? ആൻസർ വരുന്നത് ഏതാ? BCE 2500 ആണ്.